போல் வேறு எவரும் இல்லை, உம்மை போல் வேறு எவரும் இல்லை. இயேசுவே இயேசுவே, അങ്ങേ പോലെ മറ്റാരുമില്ല. യേശയ്യാ യേശയ്യാ, ഉമ്മൈ പോൽ വേറെ എവരുമില്ലേ, ഉമ്മൈ പോൽ വേറെ എവരുമില്ലേ. അങ്ങേ പോലെ മറ്റാരുമില്ല, അങ്ങേ പോലെ മറ്റാരുമില്ല. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി 6:8-9 വാക്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യരോട് വാദിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുവാൻ, വെള്ളം കൊണ്ട് നശിപ്പിക്കുവാൻ ദൈവം പദ്ധതിയിട്ട ശേഷം ആ തലമുറയിൽ നോഹ എന്ന മനുഷ്യന് ദൈവം തൻ്റെ കൃപ കൊടുക്കുകയാണ്. ഈ വചനം വളരെ മനോഹരമാണ്. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ആമേൻ. എന്തിനാണ് കൃപ? ആ തലമുറയിൽ എല്ലാവരും കൂടെ തകരാതിരിക്കാൻ, ആ തലമുറയിൽ എല്ലാവരും കൂടെ നശിക്കാതിരിക്കാൻ, ആ തലമുറയിൽ വരുന്ന സകല അനർത്ഥത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ, പാപം ചെയ്യുന്ന ഒരു തലമുറയുടെ നടുവിൽ പാപം ചെയ്യാതെ ജീവിക്കാൻ ദൈവത്തിന് നോഹയോട് കൃപ തോന്നി. ആ കൃപയുടെ റിസൾട്ടുകൾ എന്തായിരുന്നു? ഒന്ന്, ആ തലമുറയിൽ അവൻ പാപം ചെയ്യാതെ ജീവിച്ചു. 2, അപ്പോൾ തന്നെ അദ്ദേഹം എല്ലായിടത്തും ഈ സന്ദേശം പറഞ്ഞു, പ്രസംഗിച്ചു. അപ്പോൾ തന്നെ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം പണിതു. സെയിം ടൈം തന്നെ അവൻ ദൈവത്തിൻ്റെ കൂടെ നടന്നു. ഒരു മനുഷ്യൻ 4 കാര്യം ഒരുമിച്ച് ചെയ്യുകയാണ്. 1, പാപം ചെയ്യാതെ ജീവിക്കുന്നു. 2, സകല ജനത്തോടും ഒരു പ്രളയം വരുന്നു എന്ന് പ്രസംഗിക്കുന്നു. 3, അതിനൊരു സൊല്യൂഷനായി പെട്ടകം പണിയുന്നു. 4, ഇത്രയും തിരക്കിട നടുവിലും ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാൻ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ ചെയ്താൽ നമ്മൾ ഫെഡപ്പായി പോകും. ഞാൻ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കില്ല, അതിൻ്റെ ഇടയ്ക്ക് ഇതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ? പക്ഷെ ഒരു സമയത്ത് തന്നെ 4 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുകയാണ്. അതിൻ്റെ പേരല്ലേ കൃപ. നിനക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ടാകാം. കുടുംബത്തെ നോക്കണം, ആ സെയിം ടൈം തന്നെ ജോലി ചെയ്യണം, ആ സെയിം ടൈം തന്നെ ദൈവസഭയുടെ കാര്യങ്ങൾ ചെയ്യണം, ആ സെയിം ടൈം തന്നെ പല ഉത്തരവാദിത്തങ്ങൾ നിനക്ക് ചെയ്യണം, വ്യക്തിപരമായി പല കാര്യങ്ങൾ ചെയ്യണം. എല്ലാ കാര്യങ്ങളും കുമിഞ്ഞ് നിൻ്റെ മുമ്പിൽ കിടക്കുകയാണെങ്കിലും കർത്താവ് പറയുന്നു, എല്ലാം ചെയ്യാൻ ദൈവം നിനക്ക് കൃപ തരും. ഈ ദിനങ്ങളിൽ അസാധാരണമായ ദൈവകൃപ ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധാരണമായ ദൈവത്തിൻ്റെ കൃപ നിനക്ക് തരാൻ പോവുകയാണ്. ഉറപ്പായിട്ടും ഇതൊരു കൃപയുടെ കാലമാണ്. എന്നിട്ട് അടുത്ത വാക്ക് പറയാണ്, നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തിൻ്റെ കൂടെ നടന്നു. ഈ പലരുടെയും വംശപാരമ്പര്യം പറയുമ്പം പറയുന്നത് ഇന്നയാളെ ജനിപ്പിച്ചു അങ്ങനൊരു വംശപാരമ്പര്യമാണ് വേദപുസ്തകത്തിൽ പലയിടത്തും പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്ന വംശപാരമ്പര്യം ജനനങ്ങളുടെയും പിതാക്കന്മാരുടെയും പാരമ്പര്യമല്ല, മറിച്ച് നീതിമാനും ആ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു, ദൈവത്തോടുകൂടെ നടന്നു. ഇങ്ങനത്തെ ഒരു പാരമ്പര്യം നമുക്കുണ്ടാകട്ടെ.
ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നു എന്ന് പറയുന്നൊരു പാരമ്പര്യം. കാരണം അങ്ങനെ ഒരു പാരമ്പര്യമുള്ള ചരിത്രം തൊട്ട് പുറകിലുണ്ട്. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു. ആ ഹാനോക്കിൻ്റെ കൊച്ചുമകനായി ജനിക്കപ്പെട്ട നോഹയുടെയും പാരമ്പര്യത്തിനകത്ത് ആ പകർച്ചയുണ്ട്. ദൈവത്തിൻ്റെ കൂടെ നടക്കുക. എന്തോ ഇന്നലകളിൽ പിതാക്കന്മാരുടെ മേലുണ്ടായിരുന്ന ചില നല്ല ഗുണങ്ങൾ നിങ്ങളിലേക്ക് ദൈവം ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു. ഇവിടെ നോഹയും ദൈവത്തിൻ്റെ കൂടെ നടന്നു. ആ തലമുറയിൽ അവൻ നിഷ്കളങ്കനായി മാറ്റപ്പെട്ടു. ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാ നിങ്ങളോട് പറയുന്നു, 1, കൃപ ലഭിക്കാൻ പോവാണ്. 2, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു വിശേഷമായ സ്വഭാവം ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. മറ്റാർക്കും ഇല്ലാത്തൊരു പാരമ്പര്യം ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അത് സാധാരണമായ പാരമ്പര്യമാണ്. ഒരു വിശുദ്ധിയുടെ, നിർമ്മലതയുടെ, നിഷ്കളങ്കതയുടെ പാരമ്പര്യം ദൈവം തരാൻ പോവുകയാണ്. സ്പെഷ്യലി നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്ക് ചെയ്യാനുള്ള എബിലിറ്റി ദൈവം തരാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കുന്നു. ടെൻഷൻ അടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായി ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ചെയ്യേണ്ടുന്ന ദൗത്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ, അതിനെ പൂർത്തീകരിപ്പാൻ ക്രിസ്തുവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരുന്നതിന് സ്തോത്രം ചെയ്യും. കർത്താവ്, ഈ വചനം കേൾക്കുന്ന വ്യക്തിയിൽ ദൈവത്തിൻ്റെ കൃപ അധികമായി വർദ്ധിച്ചു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അവരിലേക്ക്, അവരുടെ തലമുറകളിലേക്ക് കർത്താവ് പിതാക്കന്മാരുടെ ആത്മീയ നന്മകളെല്ലാം വന്ന് ചേരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു തലമുറയെ അവർ എഴുന്നേൽക്കട്ടെ കർത്താവെ. ഇന്നത്തെ ദിവസം അവർക്ക് ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവെ, ഞങ്ങൾ കുടുംബമായിട്ട് പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ നിമിത്തമായി ഭയങ്കരമായിട്ട് ടെൻഷനായി പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ ഭാരപ്പെടുന്ന, ഒത്തിരി പഠിക്കാനുണ്ട്, ഒത്തിരി ജോലി ചെയ്യാനുണ്ട്, ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുണ്ട്. അത് പൂർത്തീകരിക്കാൻ കഴിയാതെ സാമ്പത്തികമായി പോലും ലഭിക്കേണ്ട ശമ്പളങ്ങൾ പോലും ലഭിക്കാതെ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവ്, ഇന്ന് അവരുടെ മേലൊരു കൃപയുണ്ടാകണമേ. അവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ സമയത്തിന് മുമ്പ് ചെയ്തു തീർക്കുവാനും അവർക്കത് പെർഫെക്റ്റായിട്ട് ചെയ്യുവാനുമുള്ള ദൈവത്തിൻ്റെ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നോഹയുടെ മേൽ അന്ന് വ്യാപരിച്ച അതേ കൃപ ഒരു സമയത്ത് തന്നെ താൻ പ്രസംഗിക്കുകയും ഒരു സമയത്ത് തന്നെ പെട്ടകം പണിയുകയും അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൂടെ നടക്കുകയും അപ്പോൾ തന്നെ കുടുംബത്തെ നോക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രത്യേക കൃപ പ്രിയ മക്കളുടെ മേൽ പകരണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് ഇവർക്ക്, അത് മുഴുവൻ ചെയ്യാനുള്ള ദൈവകൃപ ഉണ്ടാകണമേ. എല്ലാ ടെൻഷനും, എല്ലാ ഡിപ്രഷനും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ജനത്തെ ഫ്രീ ആക്കുന്നു. ഇന്നത്തെ ദിവസം ഈ കൃപയുടെ മറവിൽ അവരെ മറയ്ക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും കൂടെയുണ്ട്. കൃപയുണ്ട്, സാധാരണ കൃപ. പൗലോസിന് കൊടുത്ത കൃപ, എൻ്റെ കൃപ നിനക്ക് മതി. അതുകൊണ്ട് സന്തോഷത്തോടെ പോവുക. ഗോഡ് ബ്ലെസ് യു. ഷാലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.